എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ. പവിത്രം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എറണാകുളം ജില്ലയിലെ കോടനാട് കപ്രിക്കാട് അഭയാരണ്യം എക്കോ ടൂറിസത്തിലെ കാഴ്ചകളാണ്. എറണാകുളത്ത് താമസിക്കുന്നവർക്കും എറണാകുളം കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കും ചുരുങ്ങിയ സമയം കൊണ്ട് വന്നു കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് കപ്രിക്കാട് വന്യജീവി വകുപ്പിൻ്റെ കീഴിലുള്ള അഭയാരണ്യം. കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പേരുകേട്ട പെരിയാറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രം ആനക്കൊട്ടിലാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനാനുമതി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്, കുട്ടികൾക്ക് 20 രൂപയും. ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പതിയെ നടന്നു. ഇത് ശലഭോദ്യാനമാണ്. പക്ഷേ ശലഭങ്ങളെ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആയുള്ളൂ, അതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല ചൂടും വെയിലുമാണ്. ഞാൻ അഭയാരണ്യത്തിലെ ശലഭോദ്യാനത്തിലെ ചെറിയ വഴിയിലൂടെ മുമ്പോട്ട് നടന്നു. കിളികളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കപ്രിക്കാട് മിനി സൂവിലേക്ക് കടക്കുകയാണ്. ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഇതിൽ നടക്കുമ്പോൾ ഉള്ളത്. നമ്മൾ നടക്കുന്ന പാതയുടെ ഇരുവശവും നല്ല കാടാണ്. കാട്ടുമൃഗങ്ങളെയൊന്നും കാണാനില്ല. ധാരാളം പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ കഴിയും.
ഇവിടെ ഒരു ഡിയർ പാർക്കുണ്ട്. ഇടതുവശത്തായി മാൻകൂട്ടങ്ങളെയും വലതുവശത്തായി കേഴയുമാണ്. അവയെല്ലാം അങ്ങേ അറ്റത്തായത് കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ടേ കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തണലിൽ വരുന്നവർക്ക് വിശ്രമിക്കാനും ഇടമുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ നിന്നാൽ. ഇവിടെ നല്ല വെയിലായത് കാരണമാണെന്ന് തോന്നുന്നു. ഇവറ്റയെല്ലാം അങ്ങേയറ്റത്ത് തണലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇനി നമുക്ക് ആനക്കുട്ടിലാണ് കാണേണ്ടത്. ഞാൻ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആനക്കുട്ടി ലക്ഷ്യമാക്കി നടക്കുകയാണ്. നമ്മൾ ആനക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. പാർക്കിലെ ആനയുടെ പേര് വിവരങ്ങൾ മുതൽ ആനയെ എങ്ങനെ മെരുക്കാം എന്നുവരെ വിശദമായി വിവരിക്കുന്ന ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാനയേ ഉള്ളൂ. ബാക്കിയുള്ളവയെല്ലാം അപ്പുറത്ത് വനത്തിനുള്ളിലാണ് തളച്ചിരിക്കുന്നത്. ശനിയും ഞായറും മാത്രമേ എല്ലാവരെയും ഇവിടെ തളയ്ക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവനെ അഴിച്ചാൽ ശരിയാവില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് ഒരു ഓപ്പൺ സൂ ആണ്. ഇതിലെയുള്ള വഴി മൺപാതയും മിറ്റൽ വിരിച്ചിരിക്കുന്നതുമാണ്. ഇരുവശവും ഇടതൂർന്ന മരങ്ങളാണ് മുഴുവൻ. ഇതിനിടയിലാണ് നമുക്ക് ആനകളെ കാണാൻ കഴിയുന്നത്. 10 അടി അകലിൽ നിന്ന് മാത്രമേ നമുക്ക് ആനകളെ കാണാൻ കഴിയൂ. ആനയെ തളച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ വനത്തിനുള്ളിൽ കാട്ടാന നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. നല്ല ഭംഗിയാണ് ഇവരെ കാണുവാൻ. കാട്ടിൽ നിന്നും പിടിക്കുന്ന ആനകളെ മെരുക്കിയെടുക്കുന്ന സ്ഥലം കൂടിയാണ് അഭയാരണ്യം.
ആനയെ പരിചരിക്കുന്നവർക്ക് താമസിക്കുവാനുള്ള കെട്ടിടമാണിത്. നമുക്ക് ഇവിടെ നിന്നും താഴേക്ക് പ്രവേശനമില്ല. താഴെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണുവാനുമില്ല കേട്ടോ. ഇവിടെ നിന്നും പുറത്തേക്കുള്ള വഴിയാണിത്. പോകുന്ന വഴിയിൽ ഔഷധ സസ്യങ്ങളും ആനകളുടെ കടവും കുട്ടികളുടെ പാർക്കും എല്ലാം ഉണ്ട്. രക്തചന്ദനത്തിൻ്റെ തോട്ടം ഇവിടെയുണ്ട്. കൂടാതെ നിരവധി ഔഷധ സസ്യങ്ങളും ഇവിടെ നട്ടുവളർത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ നല്ല തണുപ്പാണ്. പെരിയാർ അരികിലൂടെ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ആകർഷണ കേന്ദ്രങ്ങളിലൊന്ന് നിറയെ വളർന്നു പന്തലിച്ചിരിക്കുന്ന മുളങ്കാടുകളാണ്. നടന്നു ക്ഷീണിക്കുന്നവർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളും കൂടാരങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ആകെയുള്ള ഒരു ക്യാൻറ്റീനാണിത്. തിരക്ക് കുറവായത് കാരണം ആരുമില്ലായിരുന്നു. ഞാൻ കയറി ഒരു ചായയും ബോളിയും കഴിച്ചു. അല്പസമയം അവിടുത്തെ ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു. ശനിയും ഞായറും തിരക്കുണ്ടാവും എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ചായകുടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരാളെ കണ്ടത്. ഇത് കണ്ടോ, ഉടുമ്പാണിത്. ഇത് ഉപദ്രവിക്കുമോ എന്നറിയില്ല. അത് കാരണം അടുത്തേക്ക് ചെല്ലുവാൻ അല്പം മടിച്ചു നിന്നു ഞാൻ.
കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു. ഇവിടെ മുഴുവൻ ഔഷധസസ്യങ്ങളും ഫലവൃക്ഷത്തോട്ടവുമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കണം. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.